എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ജാം റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒന്നാണ് പൈനാപ്പിൾ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ജാം ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ജാം ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു തൊലിയെല്ലാം കളഞ്ഞ് നല്ലതായിട്ടൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ മുള്ളിൻ്റെ ഭാഗം മാക്സിമം ചെത്തി കളയാണ് വേണ്ടത്. ഇത് പല രീതിയിലും ചെത്തിയെടുക്കാം. ഞാനിതിപ്പോൾ ഇങ്ങനെ തന്നെ നേരിട്ട് ചെത്തിയെടുക്കുകയാണ്. ചിലത് ഇങ്ങനെ സൈഡ് മുള്ള് മാത്രമായിട്ട് ചെത്തിക്കളയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതുപോലെ തന്നെ അതിൻ്റെ നടുവിലെ ആ കട്ടിയുള്ള ഭാഗവും നമുക്ക് ജാം തയ്യാറാക്കാൻ ആവശ്യമില്ല. അപ്പോൾ അതും കൂടെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റണം. ഇനിയിപ്പോൾ ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. മിക്സിയിലിട്ട് നല്ലതായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുകയാണ്. നല്ലൊരു ജ്യൂസ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുക്കറിലോ വെള്ളം ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ഇതേപോലെ മിക്സിയിൽ അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല ഫൈനായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടങ്ങളാണ്. തരിയായിട്ട് വേണ്ടവർക്ക് അല്പം തരിയായിട്ട് അരച്ചെടുക്കാം. ഇനി ഈ പേസ്റ്റ് നല്ല ചൂടായിട്ട് കിടക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. തീയെ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരിക്കുക. തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ഇത് തിളപ്പിച്ചെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടിയെന്നിരിക്കും, പക്ഷേ ഇതിനൊരു ഡാർക്കർ കളറ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പതിയെ മീഡിയം ഫ്ലെയിമിലിരുന്ന് തിളച്ച് അതിൻ്റെ വെള്ളം വറ്റി കുറുകി വരുവാണ് നമുക്ക് ആവശ്യം. ഇതിപ്പോൾ ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കിനാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആയി വരുന്നത്. റെഡ്യൂസ് ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഫുള്ളും ഇതിൽ നിന്നൊന്ന് പറ്റിപ്പോണം. ജസ്റ്റ് ഇതൊന്ന് കുക്കായി കഴിഞ്ഞെന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ. നല്ലപോലെ പൊട്ടിത്തെറിക്കാൻ ഇങ്ങനെ ഈ കാണുന്നത് രീതിയിൽ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം എപ്പോഴും ഇച്ചിരി വലിയൊരു പാത്രം തന്നെ എടുക്കുക. ഇതിപ്പോൾ ഞാൻ ചെറിയൊരളവിൽ മാത്രമേ ചെയ്യുള്ളൂ. ഇതിപ്പോൾ ആ തീയുള്ള ഭാഗത്ത് മാത്രമാണ് നടുക്ക് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് സൈഡിലുള്ളതും കൂടെ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് നല്ലതുപോലെ കുക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അര കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയും കൂടെ ഇതിക്കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരാനുണ്ട്. ഭാഗത്ത് ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം തെളിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ അത് വെള്ളം ഇതിന് വിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരികയാണ്. നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കുക. വീണ്ടും ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല കളറാണ്. അപ്പോൾ ഞാനിത് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ആഡ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ഇതൊരു കുറച്ചിങ്ങനെ ടേസ്റ്റ് ചെയ്യുന്ന തന്നെ ഫ്ലേവർ ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. നല്ല ടേസ്റ്റാണ്. നമുക്ക് നോക്കാം ഫ്ലേവർ ആഡ് ചെയ്യണോ വേണ്ട എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇത് ഏകദേശം റെഡ്യൂസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കട്ടിയാകാനും തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കുമ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. കണ്ടില്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എപ്പോഴും ഫ്ലെയിം ലോയിൽ തന്നെ തീ കുറച്ച് വെച്ചാൽ മാത്രമേ ഈ ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഡാർക്കർ ആയിട്ടുള്ളൊരു കളർ, ഡാർക്കർ യെല്ലോയിലേക്ക് അങ്ങ് മാറിപ്പോകും. അപ്പോൾ അതെ ഇതിങ്ങനെ ഇളക്കുമ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഒരു തിക്നെസ് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി എത്തുന്നിടം വരെ ഇതൊന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കരുത്, നമ്മുടെ ജാം ആയതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ
കുറുകി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഷുഗറും ഒക്കെ ആയത് കാരണം. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ഒരു പടി മുൻപ് തന്നെ നമ്മളിതങ്ങ് എന്ത് ചെയ്യണം, ഫ്ലെയിം ഓഫ് ചെയ്ത് ഇട്ടേക്കണം. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ, ഒരു ജാമിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലേ, കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ഒരു രീതിയിലുള്ള കുഴപ്പങ്ങളും എനിക്കിത് തോന്നുന്നില്ല. ഇതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പൈനാപ്പിളിൻ്റെ ടേസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ നല്ല മധുരവും ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കൂടുതൽ ഞാൻ ഒന്നും തന്നെ ചേർക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റിലാണ് ഇപ്പോൾ ഇത് ഇരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് വിനീഗറാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത്. വിനീഗറും കൂടെ ഒഴിച്ചിട്ട് അതാണ് മിക്സ് ചെയ്ത് ചേർക്കണം. ഇത് കേടൊന്നും ആവാതിരിക്കാനായിട്ട് ഈ ഒരു വിനീഗർ ഇതിനെ ഹെൽപ്പ് ചെയ്യും. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 തുള്ളി നാരങ്ങ നീരായാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആറും. ഇപ്പോൾ നമ്മുടെ ജാം നല്ലതുപോലെ ആറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള പാകത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനിയും നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി സൂക്ഷിക്കാവുന്നതാണ്. കേടുകൂടാതെ ഇരിക്കും. വളരെ കുറച്ച് ഒരു അളവിനെ ഇതിപ്പോൾ ചെയ്തിട്ടുള്ളൂ, ഒരെണ്ണം എടുത്തിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തീർന്നു പോകാനുള്ള ഒരു അളവ് മാത്രമേ ഉള്ളൂ. കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി സൂക്ഷിക്കാവുന്നതാണ്. ഈ കാണുന്ന രീതിയിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിൽ ആണ്, അതേ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അത് ഹോം മെയ്ഡായിട്ട്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്തിടുകയും ചെയ്യുക. ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.